ഇടയ്ക്ക് കയറിയതിന് ക്ഷമിക്കണേടാ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയത് ഇന്നത്തെ എപ്പിയെ കുറിച്ച് പറയാനാണ്. ഈ എപ്പിസോഡ് കുറച്ച് സെറ്റാണ്, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടച്ച് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇത് തുടക്കാണല്ലോ, ഞാൻ വെച്ചടി ശ്രമിക്കാം നല്ലപോലെ ആക്കാൻ. പിന്നെന്താ, ഭയങ്കര ഇമോഷണലായിട്ട് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്നെക്കൊണ്ട് അറിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പുറത്തു നിന്നുള്ള സൗണ്ട്സൊക്കെ വരുന്നുണ്ട്. അത് സ്റ്റോറിയിലും ഉണ്ടാവും. നമ്മളിങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് മഴ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാം. അപ്പം നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഇതിലങ്ങ് ചെയ്തു പോകും. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം പറയാനാണ്. ഇതിൽ ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ അങ്ങനെ ഡബ് ചെയ്യുമ്പം അത് കേൾക്കുമ്പം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുമോ അതോ നിങ്ങൾ ടച്ച് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഷൗട്ട് ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്ന അങ്ങനെ ദേഷ്യപ്പെടുന്ന അത് ഞാൻ കേട്ടിട്ട് എനിക്കൊന്നും ബോധിച്ചിട്ടില്ല. എന്നാലും അങ്ങനെ തന്നെ വെച്ചു. ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പിന്നെയും ഡബ് ചെയ്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പോയിട്ട് സ്റ്റോറി കാണാം, എന്നിട്ട് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, പോയി സ്റ്റോറി കണ്ടിട്ട് വാ. എങ്ങോട്ടാ? ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞിട്ടില്ല. സാറിന് അറിയേണ്ടത് കിഷോറിൻ്റെ കാര്യമല്ലേ? അതെ. അത് ഞാൻ പറയാം സാർ, തീർച്ചയായും ഞാനത് സാറിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും. ബട്ട് എനിക്ക് കുറച്ച് ടൈം വേണം. ഓക്കെ, ബട്ട് ഞാൻ കണ്ടെത്തും മുന്നേ നീ അതെൻ്റെ അടുത്ത് പറയണം. ഞാൻ പോവാം. പോവല്ലേ? സാർ കാരണം ഇതെല്ലാം ശ്രദ്ധിച്ച് ഉപയോഗിക്കണേ. നീ ക്ലാസ്സിലൊക്കെ അലമ്പ് കാണിക്കാതെ ശ്രദ്ധിച്ച് നല്ല കുട്ടിയായിരിക്കാം. എല്ലാം അമ്മ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. നാളെ നേരത്തെ എണീക്കണ്ടല്ലേ? മോൻ ചെന്ന് കിടന്നു. അമ്മ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേഗം വരാട്ടോ. ഓക്കെ അമ്മ, ഞാൻ റൂമിൽ പോകാം. ഡാഡി, ഞാനൊരു കാര്യം ഡാഡിയുടെ അടുത്ത് ചോദിച്ചോട്ടെ? എന്താടാ കണ്ണ, നിനക്ക് എൻ്റെ അടുത്ത് എന്തും ചോദിക്കാം. എൻ്റെ മോൻ ചോദിച്ചേ. ഡാഡി അമ്മയും ഇഷ്ടപ്പെട്ടിട്ടല്ലോ ഈ കല്യാണം കഴിച്ചത്? ഡാഡിക്ക് അമ്മയെ ഇഷ്ടമല്ലല്ലോ? അയ്യേ, നിനക്ക് അങ്ങനെ തോന്നിയോ? എനിക്ക് നിന്നെയും നിന്റെ അമ്മയും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ അതാ പറഞ്ഞ. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഇഷ്ടത്തിലല്ലാന്ന്. നിങ്ങൾ രണ്ടാളും ഇഷ്ടത്തിലാന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കിടക്കണം. എന്താണ് ഡാഡിയും മോനും കൂടെ ഒരു സംഭാഷണം? അമ്മ വന്നു. അത് പിന്നെ അമ്മ. ഏയ് ഒന്നുമില്ലേ, വാ, ഞങ്ങൾ ചുമ്മാ. അങ്ങനെയല്ല അമ്മ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന്. പക്ഷേ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. നിങ്ങൾ രണ്ടുപേരും ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടക്കണം. ഒരുമിച്ച് കിടക്കണം? എന്റെ പൊന്നു കാണാൻ നീ എന്തൊക്കെയാ പറയുന്നത്? അതെ കണ്ണ, ഞങ്ങളിപ്പോ ഒരുമിച്ച് കിടന്ന ശരിയാവത്തില്ലടാ. ഓ സാറിത് എന്തൊക്കെയാ പറയുന്നത്? കാണാ, ഞാൻ കയറി കിടക്കാൻ പോവാ. നീ കയറി കിടക്കാൻ പോവാണ്? എവിടെ? എവിടെ അമ്മ? ഡാഡിയുടെ കൂടെയാണോ? ഓ എന്റെ പൊന്നെ, ഞാൻ തനിയെ കിടന്നാ നിങ്ങൾ എവിടെന്ന് വെച്ചാൽ കിടക്കും. ഗുഡ് നൈറ്റ്. അമ്മ അമ്മ ഞാനും ഉണ്ട്, ഞാനും വരുന്നു. ഡാഡി ഞങ്ങൾ കിടന്നു, ഡാഡിക്ക് വർക്കുണ്ടാവില്ലേ? ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ ആരായി? ഗുഡ് നൈറ്റ്, കിടന്നുറങ്ങ രണ്ടും കൂടെ. കണ്ണാ മതിയുടെ അമ്മയുടെ മോനെ എണീച്ച്. അമ്മ ഞാൻ കുറച്ചേരം കൂടെ കിടക്കട്ടെ, നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോയാ പോരെ? നോനോ, പറ്റില്ല, എണീച്ചടക്കള. നിന്റെ ഡാഡി കണ്ടില്ലേ നേരത്തെ എണീച്ച് റെഡിയായത്? അതുപോലെ ഇന്ന് രാവിലെ മടിയൊന്നും കൂടാതെ നേരത്തെ എണീക്കണം. ഇന്നത്തെ ക്ലാസ് ആയിട്ട് നിന്നെയും ഡാഡി പുറത്തു കൊണ്ടുപോകും. ആണോ? എന്നാ ഞാൻ പോവാം. ഡാഡി ഞങ്ങളെ കൊണ്ടുപോകുമോ? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ പ്ലീസ് സാർ, ഞാനിവിടെ വന്നിട്ട് ഔട്ടിങ്ങിനൊന്നും ശരിക്കും പോയിട്ടേ ഇല്ല. പ്ലീസ് സാർ. കിണം കണ്ട രണ്ടിനെയും ഞാൻ കൊണ്ടുപോയിക്കോളാം. ഓക്കെ സാർ, താങ്ക് യു. വൈകിട്ട് ഞാൻ വിളിക്കാം, അപ്പോഴേക്കും താൻ റെഡി ആയിട്ട് നിൽക്കേ.
ആ സർ, ഞാൻ റെഡി ആയിട്ട് നിൽക്കാം. അമ്മ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വൈകിട്ട് കാണാം. ബൈ. ആ കണ്ണ, ബൈ. കണ്ണ, ഇവിടുന്ന് ഇറങ്ങിയ അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നീ പറയുന്ന സ്ഥലത്ത് പോവാം. ഓക്കെ അമ്മ, ബട്ട് എനിക്ക് അതിനു മുന്നേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡാഡി, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. ഓക്കെ ഡൺ, എന്നാ പോവാം. ബാ. കണ്ണ, ഡാഡി അടുത്ത് പറ, നമുക്ക് ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ഡാഡി, ഞങ്ങൾക്ക് ആ കാണുന്ന ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? ആ, അത് വേണ്ട. ഇവിടുന്ന് ഒന്നും ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വാങ്ങി തരത്തില്ല. എന്താ ഡാഡി, ഇവിടെ എത്ര നേരമായി നിൽക്കുന്നു? എന്തെങ്കിലും ഒന്ന് മേടിച്ചതാ? നോ കണ്ണ, ഞാൻ ഇവിടുന്ന് ഒന്നും വാങ്ങിച്ചു തരില്ലെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരത്തില്ല. എന്താ സാർ, ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഐസ്ക്രീം കഴിക്കാതെ പോവാന്ന് പറഞ്ഞാൽ അത് മോശമില്ലേ? ആഹാ, എന്ത് മോശം? ഓ, നീ ആയിരിക്കല്ലേ ഇവൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്? മതി, ഇവിടുത്തെ ടൈം കഴിഞ്ഞു. 2 പേരും മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു. വാ. ഹായ് ഡാഡി, അങ്ങോട്ട് നോക്ക്. എനിക്കത് വേണം. ഡാഡി എനിക്ക് വാങ്ങിച്ചു തരണം. എന്ത്? അവിടെ എന്താ? ഓ, അതോ? നോ കണ്ണ, നിന്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇവിടുന്ന് ഒന്നും വാങ്ങി തരത്തില്ലാന്ന്. ഇയാളെ കൊണ്ട് ഇങ്ങ് വാ കണ്ണ. നിനക്ക് എന്താ വേണ്ട? അതല്ലേ ഈ അമ്മ നിനക്ക് മേടിച്ചു തരും. ഇങ്ങ് വാ ചേച്ചി, അതൊരെണ്ണം വേണേ. ഇനി ഇവിടെ നിന്ന് ഒട്ടും ശരിയാവത്തില്ല. കഴിഞ്ഞോ? ഞാൻ വരുന്നവരെ 2 കാറിൽ കയറിയെന്നോണം. പൊക്കോ, ഞാനിപ്പോൾ വരാം. കണ്ണ, ഡാഡി വരുമ്പോഴേക്കും നമുക്ക് കാറിൽ കയറിയിരിക്കാം. ഇല്ലെങ്കിൽ അതിന് നമുക്ക് വഴക്ക് കേൾക്കും. ആ, പോവാമ്മ. കണ്ണ്, ഇവ കണ്ണ, കണ്ണ, ഇവ സാർ, സാർ എന്താ പറ്റി? കണ്ണ, കണ്ണ കാറുണ്ട് സാർ. കണ്ണ, 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 കണ്ണ. സാർ, സാർ, ഇവന്റെ മോൻ. സാർ കരയല്ലേ. ഡാഡി, അമ്മ. കണ്ണ, കണ്ണ, ഒന്നുമില്ലടാ, ഒന്നുമില്ല കണ്ണ. അമ്മ, ഡാഡി, ഞാൻ പേടിച്ചു. കണ്ണൻ എന്താ പറ്റിയേ? നമ്മൾ എന്താ ഹോസ്പിറ്റലില്? എന്താ പറ്റിയ ഡാഡി? എന്തോന്നും വേണ്ടാത്ത? ഇല്ല കണ്ണ, ഒന്നുമില്ല. ഡാഡിയുടെ മോൻ ഒന്നുമില്ല. മോൻ കിടക്ക്. ഡാഡി ഇപ്പൊ വരാം. കിടന്നു. അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മ ഇവിടുന്ന് പോവല്ലേ, എന്റെ കൂടെ തന്നെ ഇരിക്കെ. സാർ, ഇവ എന്താ സാർ ഇങ്ങനെ? മതി, എന്തിനിങ്ങനെ കരയുന്ന? സാർ ഇങ്ങനെ വിഷമിക്കാതെ. കണ്ണനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ 2 പേരും ആ കാറിൽ. എനിക്ക് നിങ്ങളെ കെട്ടില്ല എന്ന് വിചാരിച്ചു ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. എന്ത് പറ്റാൻ? ഒന്നും പറ്റില്ലല്ലോ. സാർ വന്നേ, നമുക്ക് കണ്ണന്റെ അടുത്ത് പോവാം. എന്റെ കണ്ണ, നീ ഇങ്ങനെ ഓടി നടക്കാതെ ഇങ്ങ് വന്നേ. അമ്മ അടുത്ത് വന്നിരിക്കും. ഇങ്ങ് വാ, ഇങ്ങ് വന്നേ. മുടി കൊണ്ട് നിന്റെ ഫേസ് കാണുന്നേയില്ല. ഇങ്ങ് വാ, അമ്മ ക്യൂട്ടായി കെട്ടിത്തരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവ യു ചീറ്റ് ബ്ലഡി. നീ ഞങ്ങളെ ചതിക്കാന്നല്ലേടി. ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. ഡാഡി, ഡാഡി എന്തീ പറയുന്ന? മോനു, നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന? ഇക്കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. ഇതെങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം.
ഇത്ര ദിവസം നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതാ, നീ പറഞ്ഞില്ല. അതെന്തുകൊണ്ടാ നീ പറയാത്തെ? അതെനിക്കിപ്പം മനസ്സിലായി. സാർ എന്തീ പറയുന്നു? എന്ത് മനസ്സിലായിന്ന? നീയും കിഷോർ തമ്മിൽ എന്താ ബന്ധം? പറ. ഇവിടെ മുന്നിൽ വെച്ച് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ പറ. ഏട്ടൻ വിചാരിക്കും പോലെയല്ല. അല്ല, ഞാൻ വിചാരിക്കും പോലേ അല്ല. നിങ്ങളൊക്കെ അറിയണം ഇവിടെ സ്വഭാവം എന്താന്ന്. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? സാർ വിചാരിക്കും പോലെ ഒന്നല്ല. ഞാൻ പറയുന്നത് സാർ ഒന്ന് കേൾക്കണം. സാർ അറിഞ്ഞതെല്ലാം തെറ്റ്. അങ്ങനെയല്ല. ഷട്ടപ്പ്, നിർത്തിക്കോ. നിന്റെ ഒരു ഡ്രാമയും നീ ഇവിടെ കളിക്കണ്ട. വേറൊരുത്തൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാനാണ് നീ. നിന്റെ മോങ്ങാണ്ട് ആ താടി അവിടെ അയച്ചു വെച്ചിട്ട് ഇറങ്ങി പോവാൻ നോക്ക്. മോനെ നീ എന്തീ പറയുന്നേ? ഏട്ടാ, അവൾക്ക് പറയാനുള്ളത് കേട്ടൂടെ? എന്തിന്? അവൾ പറഞ്ഞില്ലേ അവൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്കും. വേണ്ട വേണ്ട ഏട്ടാ, എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ വരക്കണങ്ങ്. അല്ലെങ്കിലും ഞാൻ പറയുന്ന എന്തിനാ കേൾക്കുന്നത്? ആർക്കൊരു ബുദ്ധിമുട്ടായിട്ട് എവിടെയല്ല, ഞാൻ എവിടെ ഞാൻ പൊക്കോളാം. എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ പൊക്കോളാം. അമ്മ അമ്മ എന്തേ പറയുന്നമ്മ? കണ്ണാ, അമ്മ ഞങ്ങളെ വിട്ടിട്ട് പോവാ? കണ്ണനെ വിട്ടിട്ട് പോവാ? കണ്ണൻ ഒറ്റയ്ക്കാവും അമ്മ. അമ്മ പോവണ്ട. ഒരിക്കലില്ല. ഇവരൊക്കെ മോൻ്റെ കൂടെ ഉണ്ട്. റാം, എങ്ങനെ വരാൻ പറഞ്ഞ? ഇവ എന്തു പറ്റി? ഓ, ഇത്ര പെട്ടെന്ന് എത്തിയോ താൻ? അപ്പൊ എങ്ങനെ ഇവ കൂടെ പോകാൻ റെഡിയല്ലേ? ഇത്ര കാലം എൻ്റെ കൊച്ചിനെ നോക്കിയതല്ലേ? അതിനുള്ള ക്യാഷ് ഞാൻ തന്നിരിക്കും. പോകുമ്പം ആ താലിയും കൂടെ അങ്ങ് അയച്ചു വെച്ചേക്കും. നീ ഇത് എന്തൊക്കെയാ പറയുന്നറാ? അവളെ നിന്റെ ഭാര്യയാ? ആ, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ദേ, ഇവിടെ സ്ഥാനം അവക്കും കൂടെ കൊടുത്തേക്ക്. എന്തൊക്കെയാ റാം, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അറിയേണ്ടത് അറിഞ്ഞിട്ട് തന്നെയാ. റാ, മതി, നിർത്തിക്കോ. നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതിവിടെ നിർത്തിക്കോ. നോ ആന്റി, നീ പറ, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വല്ലാണ്ട് അഭിനയിക്കില്ലേ കിഷോർ? നീയും ഇവയും തമ്മിൽ എന്ത് ബന്ധമായിരുന്നു? ഓഹോ, ലുക്കാദം, നീ അറിഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ താമസിച്ചത് എന്നും കരുതി ഒരു ബെഡ് ഷെയർ ചെയ്ത രണ്ട് വ്യക്തികളല്ല ഞങ്ങൾ. അവളുടെ മനസ്സിൽ അവൾ എനിക്കൊരു സ്ഥാനം തന്നിരുന്നു. പക്ഷേ അതുപോലൊരു സ്ഥാനം ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. അവളുടെ സങ്കടവും അവളുടെ സാഹചര്യം മനസ്സിലാക്കി ഞാൻ അവളുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അവളെ എന്നെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹമെല്ലാം തിരിച്ചു കൊടുക്കാൻ ഞാൻ ഒരിക്കലും അർഹനല്ല. നേരത്തെ നീ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്? ഒന്നും പറയണ്ട, ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇവളെന്താന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഇവളെ നിന്റെ ജീവിതത്തിലേക്ക് വിട്ടത്? വേണ്ട അമ്മ, ഇതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട. അതൊന്നും സാറിന് മനസ്സിലാവത്തില്ല. സാറ് പറയുന്ന പോലെ ഞാൻ ചീറ്റ് ചെയ്തതാ. കണ്ണനെയും സാറിനെ ഒക്കെ ഞാൻ ചീറ്റ് ചെയ്തതാ. മോളിവിടെ ആരെ ചീറ്റ് ചെയ്തു എന്നാ പറയുന്നേ? അതെ, നിന്റെ കാര്യങ്ങൾ നിനക്ക് തുറന്നു പറയാൻ കുറച്ച് ടൈം വേണമായിരുന്നു. നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് സന്തോഷിച്ചത്, കരഞ്ഞുറങ്ങിയ രാത്രികൾ ഒരുപാടുണ്ട്. ഞാൻ സ്നേഹിച്ചിട്ടൊന്നും തിരിച്ച സ്നേഹം എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അവൻ്റെ കൂടെ നിന്നപ്പോഴും ഈ കണ്ണ് നിറഞ്ഞിട്ടില്ല. എൻ്റെ ഏതൊരവസ്ഥയിലും എൻ്റെ കൂടെ അവൻ നിന്നിട്ടേ ഉള്ളൂ. ഇവ ഇങ്ങനെ കരയാതെ. ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ എന്താ എന്നെ സ്നേഹിക്കാത്തെന്നും പറഞ്ഞ് ഞാൻ നിൻ്റെ അടുത്ത് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെയാണോ മനസ്സിലാക്കാതെ? നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ സന്തോഷമായി നിൽക്കുള്ളൂ. അതെനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നീ കരച്ചിലൊന്നും നിർത്തുന്നുണ്ടോ? ഞാൻ നിർത്തി, ഞാൻ എല്ലാം നിർത്തി. ഇവ എനിക്കിത് കാണാൻ മേല. ഞാൻ ഇപ്പോൾ പോവാ. പക്ഷെ എനിക്കൊരു വീടുണ്ട്. ആ വീട്ടിലോട്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം. റാം, അവളെപ്പോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല. പക്ഷെ അതടുത്തുണ്ടായിട്ടും കാണാതെ പോകരുത്. കേട്ടല്ലോ റാം, മറ്റുള്ളവരുടെ കണ്ണിലൂടെയല്ല നിന്റെ കണ്ണിലൂടെ നീ മനസ്സിലാക്ക്. അവളെക്കുറിച്ചൊന്നും അറിയാതെയല്ല ഞങ്ങൾ ഈ വിവാഹം മുന്നോട്ട് വെച്ചത്.
ലച്ചു, ഇവ മോളെ റൂമിലേക്ക് കൊണ്ടുപോക്കോ. ശരി അമ്മ. ഇവ വാ. അമ്മ, ഡാഡി അങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് സങ്കടമായല്ലേ? അതല്ലേ അമ്മ കരഞ്ഞ്? സങ്കടം വന്നാൽ കരാത്തവരാരുള്ള മോനു? പക്ഷേ നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എടോ, താൻ കുറേ നേരമായില്ലേ അവനെ വച്ചിരിക്കുന്നു. ഇങ്ങതാ ഇങ്ങതാ, ഞാൻ ബെഡിൽ കിടത്താം. വേണ്ട, ഞാൻ കിടത്തിക്കോളാം. എടോ, അപ്പോൾ തനിക്ക് എൻ്റെ അടുത്തത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? എന്തിന്? ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സാർ ഇങ്ങനെ തന്നെ പെരുമാറും. നാലാളറിയാണ്ട് ഒരു വിവാഹം കഴിച്ച് കിഷോറിൻ്റെ കൂടെ വിട്ടത് തന്നെ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല വേറൊരാൾ മനസ്സിലുണ്ടെന്ന്. ഡാഡിക്ക് എന്നെ വേണ്ടാഞ്ഞിട്ടാ കിഷോറിൻ്റെ കൂടെ എന്നെ വിട്ടത്. ഇവിടെ ഒരു ജോലിയുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ഡാഡിയോട് ചോദിച്ചപ്പോൾ നീ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പൊക്കോന്നാ പറഞ്ഞ എന്നോട്. തന്നോട് ഞാൻ ചോദിച്ചതല്ലേ, എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറയുന്നോന്ന് സാർ കേൾക്കാന്ന് പറഞ്ഞപ്പോൾ സാർ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞ? സോറി ഡി, ഐ ആം റിയലി സോറി. താനിങ്ങനെ കരയാതെ. വീട് എന്നെ തൊടണ്ട. ഞാൻ കുറച്ച് ടൈം തരണമായിരുന്നു. ഐ എം സോറി. എല്ലാം കഴിഞ്ഞൊരു സോറി പറഞ്ഞ അവിടെ തീർന്നു എന്നാണോ? സാറിന്റെ ഭാര്യ അന്നെന്നെ അപമാനിച്ച ഓർമ്മ ഉണ്ടോ? അവൾ അതുമല്ല, അതിനപ്പുറത്തും പറയും. ആയിരിക്കും. എന്നാലും കെട്ടിയൊരു കൊച്ചുള്ള ഒരാളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇയാളെന്തിനാ ചിരിക്കുന്നത്? അല്ല, എന്തിനാ ഇപ്പൊ ചിരിക്കുന്നത്? ഓ, കെട്ടിയൊരു കൊച്ചായ ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ പൊക്കോ, അവൻ്റെ കൂടെ പൊക്കോ. എന്താടി, പോകുന്നില്ലേ നീ? ഇത്രയും നേരം നിനക്ക് സൗണ്ട് ഉണ്ടായിരുന്നല്ലോ, എന്താ ഇപ്പം ഇല്ലേ? ഉണ്ട്. അങ്ങനെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്വഭാവം എനിക്കല്ല, നിങ്ങളുടെ ആദ്യ ഭാര്യയ്ക്ക. ആ, ആദ്യ ഭാര്യ അതാരാണാവോ? ഓ, സാറിന് അറിയാൻ മേലായിരിക്കും, ഞാൻ പറഞ്ഞു തരാം. ദേ, ആ ബെഡിൽ കിടക്കുന്ന നിങ്ങളുടെ കൊച്ചല്ലേ, ആ കൊച്ചിന്റെ തള്ള അനുപമ. അതാരാന്നാ പറഞ്ഞ? പറ, ആരാന്നാ പറഞ്ഞ? മാറി. നിക്കവിടെ. എൻ്റെ ഭാര്യയായിട്ട് നിന്നെ ഞാനിന്ന് സ്വീകരിച്ചോട്ടെ?